ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന ഇനി ഞാൻ ആരും വിളിക്കും. എൻ്റെ അനിയ ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചനെ. ആഹാ, എന്തൊരു കരച്ചിൽ! ഒരു കുഞ്ഞിനോടും ആരും ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹം സ്വന്തം സഹോദരന്റെ കുഞ്ഞിനോട് ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് ആ നാറി കരയുന്നത് കണ്ടോ? ഇവന്റെ ചെള്ള അടിച്ചു പൊട്ടിക്കണം. ഇവൻ പുറം ലോകം കാണാൻ പാടില്ല. 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടി ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് എല്ലാവരും അറിഞ്ഞത്. 3.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ള വളരെ നെഞ്ച് തകർക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. ഏതായാലും ഇപ്പോൾ പല സംശയങ്ങളാണ് ഉയരുന്നത്. ആദ്യമൊക്കെ തന്നെ ഈ അമ്മക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു അമ്മയാണോ? അമ്മ എന്ന് വിളിക്കാൻ പോലും അവർ അർഹതയല്ല. ഇവരൊക്കെ ഭൂമിക്ക് ഭാരമാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ ആളുകളുടെ സ്റ്റാറ്റസുകളിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം അമ്മയ്ക്കെതിരെ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ മറ്റൊരു രീതിയിൽ കൂടി ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ ആ അമ്മയ്ക്ക് തൻ്റെ മക്കളെ രക്ഷിക്കാൻ ഇത് മാത്രമായിരുന്നു ഒരു വഴി. അതുകൊണ്ടാണോ അവർ ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തത്? മിതമായി മാത്രമേ സന്ധ്യ പോലീസിനോട് പ്രതികരിക്കുന്നുള്ളൂ. ആ കൂട്ടത്തിൽ സുപ്രധാനമായൊരു മൊഴിയുണ്ട്. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊലപ്പെടുത്തിയത്. അത് ഒരു പക്ഷേ സത്യമായിരിക്കുമോ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും തൻ്റെ മകൾക്കെതിരെ ഇത്തരത്തിൽ വരുന്ന പീഡനങ്ങൾ ചെറുക്കാൻ സാധിക്കാതെ ആ മകളെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ഇനി ഇവരും മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നൊക്കെ തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇതിനു മുമ്പ് 3.5 വയസ്സുകാരിയുടെ മാതാവിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നെന്ന് വാർഡ് മെമ്പർ പറഞ്ഞത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടികളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ വാർഡ് കൗൺസിലർ പറഞ്ഞത്. എന്താണ് ഈ കൂടുതൽ സ്നേഹം? അതാണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത്. ഇവരും ഒരു അമ്മയാണല്ലോ. ഒരു പക്ഷേ അതൊക്കെ ഈ അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഒരമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. ഒരു പക്ഷേ ഈ അമ്മ ഉദ്ദേശിച്ച കൂടുതൽ സ്നേഹം ഇതായിരിക്കുമോ? ഇതും ഒരു ചോദ്യമായി ഉയരുകയാണ്. ഇതേ തുടർന്നാണ് 2 മാസം മുൻപ് അമ്മയ്ക്കും അച്ഛനും കൗൺസിലിംഗ് നൽകിയതെന്നും വാർഡ് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ നേരെ ഇളയ സഹോദരനാണ് ഇയാൾ. ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ്. അവിവാഹിതനാണ്. കുഞ്ഞിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും 3 മക്കളാണ്. ഇവർ 3 പേരും പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺകുഞ്ഞിനോട് കൂടുതൽ വാത്സല്യം അവർ കാട്ടി. വാത്സല്യം എന്നത് പുറത്തേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരതയാണ് അവർ കാട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളതിനുള്ള തെളിവുകളും മൊഴികളുമാണ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുമ്പോൾ അത് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ വാത്സല്യത്തിനിടയിൽ ചില അരുതായ്മകൾ ആ അമ്മ കണ്ടെത്തിയിരിക്കുന്നു. അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു അമ്മയെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങൾ ഈ അച്ഛനും അതുപോലെ തന്നെ ഈ സഹോദരന്മാരും ചേർന്ന് നടത്തിയത്. ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന വാർത്തയും വരുന്നുണ്ട്. ഇതിനു മുമ്പും പലവട്ടം സന്ധ്യ ഈ വിഷയത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചതാണ്. അപ്പോഴൊക്കെ മാനസിക രോഗിയാക്കി അവളെ മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് തെളിയിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കൽ ഭർത്താവിനോടും ഭർത്താവിൻ്റെ കുടുംബത്തിനോടുമുള്ള ദേഷ്യം കാരണമാണ് കുഞ്ഞിനെ വകവരുത്തിയതെന്ന് കഴിഞ്ഞ ദിവസം സന്ധ്യ മൊഴി നൽകിയിരുന്നു. കുഞ്ഞിനോട് ഇത്തരത്തിൽ ദ്രോഹങ്ങൾ കാണിച്ചതും തെറ്റ് ചൂണ്ടിക്കാട്ടിയതിനെ തന്നെ വിമർശിക്കുകയും മാനസിക രോഗിയാക്കിയതും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ തന്നെ മാനസിക രോഗിയായി ചിത്രീകരിച്ചതും എല്ലാം സന്ധ്യയെ മാനസികമായി തളർത്തിയിരുന്നു. ആ വൈരാഗ്യമാണ് സന്ധ്യയെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചത്. അതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കും. കുഞ്ഞിൻ്റെ അച്ഛൻ സഹിതം ഒരുപക്ഷെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ചെയ്തു പോയതാവാം. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മയ്ക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ലെന്നിരിക്കാം. കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴും കുഞ്ഞിൻ്റെ അമ്മയുടെ കുറ്റം മാത്രം നിവർന്നു നിന്ന് പറയുന്ന അച്ഛനും അച്ഛൻ്റെ കുടുംബാംഗങ്ങളും
സന്ധ്യയുടെ പ്രധാന മറ്റൊരു മൊഴിയുണ്ട്. ആ കുഞ്ഞിനെ എന്തിനാണ് കൊന്നത് എന്ന ചോദ്യത്തിന് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നി എന്നാണ്. സത്യമാണ്, ആ കുഞ്ഞ് എന്തിനാണ് വെറുതെ വേദനയും പേറി ജീവിക്കണം? ഇത്രയും നോക്കി വലുതാക്കി നൊന്ത് പ്രസവിച്ച അമ്മ ആ മനസ്സ് കല്ലാക്കി ചെയ്തതെങ്കിൽ ആ മനസ്സിനെ അങ്ങനെ ആക്കിയത് ആ കുടുംബത്തിൽ ഉള്ളവരാണ്. അവർ ഓരോരുത്തരുമാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഇനി സന്ധ്യയും ആ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നോ എന്നത് അന്വേഷിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടുകാരടക്കം പറയുന്നുണ്ടായിരുന്നു അവൾ ഒരു മാനസിക രോഗിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഈ സ്ത്രീക്കെതിരായിരുന്നു. 3.5 വയസ്സുകാരി പീഡനത്തിന് ഇരയായിരിക്കുന്ന കേസിൽ കസ്റ്റഡിയിലെടുത്ത ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ തന്നെയാണ്, ഏറ്റവും താഴെയുള്ള സഹോദരൻ തന്നെയാണ് ഇത്തരത്തിൽ കുഞ്ഞിനോട് ക്രൂരത ചെയ്തിരിക്കുന്നത്. കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയിരുന്നു എന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് രാവിലെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വീട്ടിലെ സ്ത്രീകളെ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ കൂടുതൽ സ്നേഹിക്കുന്നതും കൂടെ കിടത്തുന്നതുമൊക്കെ ഇയാളാണെന്ന് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മർമ്മത്തിലും സംശയിക്കുന്ന ഭാഗത്തുമൊക്കെ മുറിവുകളും മറ്റും കണ്ടെത്തി. അങ്ങനെയാണ് കുഞ്ഞ് ലൈംഗിക അതിക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസ് പോലും ഞെട്ടിപ്പോയത്. 1.5 വർഷത്തോളമാണ് ഈ മഹാഭാവി ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ വിവരങ്ങളൊക്കെ കുടുംബത്തിലെ ചിലർക്കും കുട്ടിയുടെ അമ്മക്കും അറിയാമെന്നും ഇയാൾ സമ്മതിച്ചു. പുത്തൻകുരിശിലെ പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. ഇയാൾ കുറ്റം ഏറ്റുപറഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓരോന്നും ഏറ്റുപറഞ്ഞത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യത്യസ്തമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത്. ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഭർത്ത വീട്ടുകാരോടുള്ള പകയാണെന്നും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു കൃത്യം നിർവഹിച്ചതെന്നും അമ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. എന്നാൽ സാഹചര്യ തെളിവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പോലീസ് മുഖവിലക്ക് എടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. കൊലപാതക കേസിനു പിന്നാലെ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ പ്രത്യേക സംഘം അന്വേഷിക്കുകയായിരുന്നു. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത്. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട്. ഇതോടെ കേസിൽ നിർണായക വഴിത്തിരിവ് വന്നതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിച്ചിരുന്നത്. തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് അച്ഛൻ്റെ സഹോദരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കേസിലേറെ നിർണായകമായത്. കുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ചെമ്മനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. രാത്രിയോടു കൂടിയാണ് കൃത്യമായിട്ട് ആരാണ് ചെയ്തത്, ഇത്തരത്തിലുള്ള കുഞ്ഞിനോട് ക്രൂരത കാണിച്ചത് എന്നുള്ളതിന് ഉത്തരം ലഭിച്ചത്.